അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ആമേൻ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ആമേൻ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ആമേൻ. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധനെന്ന് ഉദ്ഘോഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയും മുതൽ എന്നേക്കും ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധനെന്ന് ഉദ്ഘോഷിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ അഗ്രാഹ്യമായ ശക്തിയാൽ ഞങ്ങളെ ഉണർവുള്ളവരാക്കണമേ. അങ്ങയുടെ പരിപാലനത്തിലുള്ള പ്രത്യാശയിൽ ഞങ്ങളെ ഉറപ്പിക്കുകയും അങ്ങയുടെ ശക്തമായ കരത്താൽ ഞങ്ങളെ ബലപ്പെടുത്തുകയും ചെയ്യണമേ. അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ അങ്ങയുടെ കൃപാവരത്താൽ ഞങ്ങളെ യോഗ്യരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ആമേൻ. കർത്താവേ, അങ്ങയുടെ കൂടാരത്തിൽ ആര് വസിക്കും? അങ്ങയുടെ വിശുദ്ധഗിരിയിൽ ആര് വിശ്രമിക്കും? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, അങ്ങയുടെ കൂടാരത്തിൽ ആര് വസിക്കും? അങ്ങയുടെ വിശുദ്ധഗിരിയിൽ ആര് വിശ്രമിക്കും? കരകൂടാതെ ജീവിക്കുന്നവനും നീതി പ്രവർത്തിക്കുന്നവനും ഹൃദയത്തിൽ സത്യമുള്ളവനും നാവുകൊണ്ട് വഞ്ചിക്കാത്തവനും കൂട്ടുകാരനോട് തിന്മ ചെയ്യാത്തവനും അയൽക്കാരനെതിരായി കൈക്കൂലി വാങ്ങാത്തവനും കോപിപ്പിക്കുന്നവനെ അവഗണിക്കുന്നവനും കർത്താവിനെ ഭയപ്പെടുന്നവരെ മാനിക്കുന്നവനും സത്യപ്രതിജ്ഞ ലംഘിക്കാത്തവനും പണം പലിശയ്ക്ക് കൊടുക്കാത്തവനും നിർദോഷിക്കെതിരെ കൈക്കൂലി വാങ്ങാത്തവനും ഇങ്ങനെ ജീവിക്കുന്നവൻ നീതിമാനാകുന്നു. അവൻ ഒരിക്കലും ഇളകുകയില്ല. ദൈവമേ, എന്നെ കാത്തുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ ഞാൻ അങ്ങേ ആശ്രയിച്ചിരിക്കുന്നു. അങ്ങാണ് എന്റെ നാഥനെന്നും എന്റെ നന്മ അങ്ങിൽ നിന്നാണെന്നും കർത്താവിനോട് ഞാൻ പറഞ്ഞു. ഭൂമിയിലുള്ള പരിശുദ്ധരും ശ്രേഷ്ഠരും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവരാണെന്ന് ഞാൻ പറഞ്ഞു. അന്യദേവന്മാർക്ക് ഞാൻ രക്തബലി അർപ്പിക്കുകയില്ല. അവരുടെ നാമം ഞാൻ ഉരുവിടുകയുമില്ല. എന്റെ അവകാശവും പാനപാത്രവും കർത്താവാകുന്നു. എന്റെ ഓഹരി എനിക്ക് വേർതിരിച്ചു തരുന്നത് അങ്ങാകുന്നു. നല്ല സ്ഥലത്താണ് എനിക്ക് അളവ് ചങ്ങല വീണത്. എന്റെ അവകാശം എനിക്ക് ഇഷ്ടമായി. എനിക്ക് ഉപദേശം നൽകിയ കർത്താവിനെ ഞാൻ വാഴ്ത്തും. രാത്രിയാമങ്ങളിലും എന്റെ അന്തരംഗം എന്നെ പഠിപ്പിച്ചു. കർത്താവിനെ ഞാൻ സദാ കൺമുൻപിൽ ദർശിച്ചു. ഞാൻ ഇളകാതിരിക്കാൻ അവിടുന്ന് എന്റെ വലതുഭാഗത്തുണ്ട്. അതിനാൽ എന്റെ ഹൃദയം സന്തോഷിക്കുന്നു, മനസ്സ് ആനന്ദിക്കുന്നു, ശരീരം ശാന്തി അനുഭവിക്കുന്നു.
അങ്ങ് എന്നെ ശീയോലിൽ ഉപേക്ഷിച്ചില്ല. അങ്ങയുടെ പരിശുദ്ധനെ ജീർണിക്കാൻ അനുവദിച്ചില്ല. ജീവന്റെ മാർഗം അങ്ങ് എന്നെ കാണിക്കും. അങ്ങയുടെ മുഖപ്രസാദവും വലതുകരത്തിന്റെ വിജയമാധുര്യവും നിമിത്തം ഞാൻ സംതൃപ്തനാകും. പരിശുദ്ധനായ കർത്താവേ, എന്നെ ശ്രവിക്കണമേ. എന്റെ പ്രാർത്ഥന ഗൗനിക്കണമേ. നിഷ്കപടമായ അധരങ്ങളിൽ നിന്നുള്ള എന്റെ അർത്ഥന ചെവിക്കൊള്ളണമേ. എന്റെ വിധി തിരുസന്നിധിയിൽ നിന്ന് വന്നുകൊള്ളട്ടെ. അങ്ങയുടെ കണ്ണുകൾ സത്യം കാണട്ടെ. എന്റെ ഹൃദയം അങ്ങ് പരിശോധിക്കുകയും രാത്രിയിൽ എന്നെ സന്ദർശിക്കുകയും ചെയ്തു. പരീക്ഷകൾക്ക് എന്നെ വിധേയനാക്കി, എങ്കിലും എന്നെ തിന്മ കണ്ടെത്തിയില്ല. മനുഷ്യരുടെ പ്രവൃത്തികളെ കുറിച്ച് വ്യർത്ഥമായി ഞാൻ സംസാരിച്ചില്ല. ദുർമാർഗങ്ങളിൽ നിന്ന് അങ്ങ് എന്നെ സംരക്ഷിച്ചു. എന്റെ പാദങ്ങൾ ഇടരാതിരിക്കാൻ ഊടുവഴികളിൽ അങ്ങ് എന്നെ സഹായിച്ചു. അങ്ങ് എനിക്ക് ഉത്തരം തരുന്നതിനാൽ ഞാൻ അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്നു. ദൈവമേ, ചെവി ചായ്ക്കണമേ. എന്റെ വാക്കുകൾ ശ്രവിക്കണമേ. അങ്ങയുടെ നീതിമാനെ അത്ഭുത വിഷയമായും അങ്ങിൽ ശരണപ്പെടുന്നവർക്ക് രക്ഷകനായും മാറ്റണമേ. അങ്ങേ എതിർക്കുന്നവരിൽ നിന്ന് കണ്ണിലെ കൃഷ്ണമണി പോലെ അങ്ങ് എന്നെ കാത്തുകൊള്ളണമേ. എന്നെ അപഹരിച്ച പാപികളിൽ നിന്നും എന്നെ എതിർത്ത ശത്രുക്കളിൽ നിന്നും അങ്ങയുടെ ചിറകിൻ തണലിൽ എന്നെ സംരക്ഷിക്കണമേ. വമ്പ് പറയുന്നവരുടെ വായടയ്ക്കണമേ. അവർ എന്നെ പ്രശംസിച്ചു, ഇപ്പോൾ അവർ എന്നെ വളഞ്ഞിരിക്കുന്നു. എന്നെ നിലം പതിപ്പിക്കാൻ അവർ നോട്ടമിട്ടിരിക്കുന്നു. കടിച്ചു കീറാൻ വരുന്ന സിംഹം പോലെയാണവർ. പതിയിരിക്കുന്ന സിംഹക്കുട്ടിക്ക് തുല്യരാണവർ. കർത്താവേ, എഴുന്നേറ്റ് അവരെ മുട്ടുകുത്തിക്കണമേ. അധർമ്മികളിൽ നിന്നും വാളിൽ നിന്നും എന്നെ രക്ഷിക്കണമേ. ദുഷ്ടരിൽ നിന്നും മരണഗർത്തത്തിൽ നിന്നും അങ്ങയുടെ കൈകൾ എന്നെ മോചിക്കട്ടെ. ആയുസ്സിൽ അവർക്ക് ഓഹരി കൊടുത്ത് അങ്ങയുടെ നിക്ഷേപങ്ങളാൽ അവരുടെ ഉദരം നിറയ്ക്കണമേ. മക്കൾ സംതൃപ്തനാകട്ടെ. മിച്ചമുള്ളത് അവരുടെ സന്തതികൾക്കായി നീക്കിവയ്ക്കട്ടെ. ഞാനോ നീതിയിൽ അങ്ങയുടെ മുഖം ദർശിക്കും. അങ്ങിലുള്ള വിശ്വാസം സജീവമാകുമ്പോൾ ഞാൻ സംതൃപ്തനാകും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങളുടെ പ്രാർത്ഥനകൾ അങ്ങയെ പ്രസാദിപ്പിക്കട്ടെ. അങ്ങയുടെ അനന്തകാരുണ്യത്താൽ ഞങ്ങളുടെ യാചനകൾക്ക് എല്ലായ്പ്പോഴും ഉത്തരമരുളണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. ഈ ദിവസം നിങ്ങൾ പെസഹ ആചരിക്കണം. കർത്താവിൻ തിരുസുവിശേഷത്തിൽ വിത്തു വിതച്ചു നാഥനു പ്രിയരാം ശ്ലീഹന്മാർ. അവരെ മകുടം ചാർത്തിയ നൃപനാം മിശിഹാനാഥന് സ്തുതിഗീതങ്ങൾ പാടിയിടാം. സുവിശേഷകരാം ശിഷ്യഗണത്തിൽ തിരുനാൾ മോദാൽ കൊണ്ടാടാം. ത്രിത്വത്തിൻ തിരുനാമം അവർ പാരിൽ മുഴുവനും അറിയിച്ചു. താതനും അതുപോലാത്മജനും റൂഹായ്ക്കും സ്തുതി അവരേകി. ദിക്കുകളെല്ലാം ഇന്നവരെ ബഹുമാനിച്ചു വണങ്ങുന്നു, നാഥനെ വാഴ്ത്തുന്നു. സജ്ജനങ്ങളുടെ വിശുദ്ധ സന്തതികൾ, സുവിശേഷകരെ, നിങ്ങൾ കനിതര ഭാഗ്യം നൽകിയ മിശിഹാനാഥനെ വാഴ്ത്തിയിടാം. ആശ്വാസപ്രദനരുളിയ ദാനം നിങ്ങൾക്കുലകിൽ വിജ്ഞാനത്തിൻ തികവേകി. ക്രൂരന്മാരാം രാജാക്കളെയും നിങ്ങൾ വിജയിച്ചത് വഴിയായി റൂഹായാൽ ബലം ഉൾക്കൊണ്ടു ദുഷ്ടരെ നിങ്ങൾ തോൽപ്പിച്ചു. ത്രിത്വത്തിൻ തിരുനാമത്തിൽ മാമോദീസ നൽകി മുതാ സഭയുടെ സുതരും ഒരുമയോടെ ത്രിത്വത്തിൻ തിരുനാമത്തെ വാഴ്ത്തി പാടുന്നു.
പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. അന്തമിഴാത്തൊരു ജീവൻ ഉറവാം തിരുനാഥൻ തൻ ബോധനമിന്നും ലോകത്തിൽ. പറുദീസായിലെയുറവ സമാനം നാലു വഴിക്കും ദാഹമകറ്റാനൊഴുകുന്നു. മത്തായി വഴിയായി ഹെബ്രായരെയും മർക്കോസ് വഴി റോമായരെയും ലൂക്കാ വഴി മിസ്രായരെയും യോഹന്നാൻ വഴി യവനരെയും ജീവൻ നൽകും തിരുവചനം ദാഹമകറ്റി പോറ്റുന്നു. നമ്മുടെ മർത്യ സ്വഭാവത്തിൽ അവനിലെത്തിയ വചനത്തെ വാഴ്ത്തി പാടിടാം. കരുണാനിധിയാം കർത്താവേ, നിൻ ജനതതിയിൽ കനിയണമേ. കാക്കണമേ നിന്നവകാശം, ശത്രുഗണത്തിൻ ദ്രോഹങ്ങൾ കാണുന്നവനെ സദയം നിൻ കൃപ നീവരിൽ ചൊരിയണമേ. നിന്നുടെ കൃപയും നന്മകളും ഏറ്റുപറഞ്ഞതിമോഹരമാം സ്തുതിഗീതങ്ങൾ പാടിയിടാൻ പരിപാലനമാം കോട്ടകളാൽ ദാസരി നിതരാം കാക്കണമേ കരുണാമയനാം കർത്താവേ. ഭരണാധിപരും വൈദികരും ശാന്തിയിലൊന്നായി പുലരട്ടെ, സ്നേഹത്തിൽ നിലനിൽക്കട്ടെ. ആയോധനവും ശത്രുതയും ഭൂവിൽ നിന്നൊഴിവാകട്ടെ, ഒരുമയോടങ്ങൈ വാഴ്ത്തിടാൻ. കർത്താവേ ശോമിശിഹായേ, നിന്നെ വഹിച്ചൊരു മാതാവിൻ പ്രാർത്ഥനയാലെ കനിവോടെ തിന്മകളാലെ കലുഷിതമാ ഭൂവിൽ ശാന്തി വിതയ്ക്കണമേ, ഞങ്ങളെ നിർമ്മലരാക്കണമേ. ഭാരതഭൂവിൽ സ്നേഹായാം മാർത്തോമായി ഞങ്ങൾക്കായി നാഥനോടർത്ഥന ചെയ്യണമേ. നിന്നോടൊപ്പം സുതരെല്ലാം ദത്തവകാശം സ്വർഗത്തിൽ നേടാനർഹത കൈവരുവാൻ. ഈശോനാഥ നിൻ പ്രിയരാം ദിവ്യന്മാരും സാക്ഷികളും സ്നേഹന്മാരും പ്രേക്ഷിതരും മൽപ്പാന്മാരും നീതിയരും ധന്യരുമെന്നും ഞങ്ങൾക്കായി യാചിക്കട്ടെ കരുണയ്ക്കായി. സത്കർമ്മികളാം സകലർക്കും പ്രതിഫലമേകും സുദിനത്തിൽ നിൻ പ്രിയരൊപ്പം ചേർന്നിടാൻ അവരോടൊപ്പം സമ്മാനം കൈക്കൊണ്ടിടാൻ സ്തുതി പാടാൻ യോഗ്യത ഞങ്ങൾക്കേകണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, മാലാഖമാർ അങ്ങയെ സ്തുതിക്കുകയും മനുഷ്യരങ്ങയെ പുകഴ്ത്തുകയും സൃഷ്ടികളെല്ലാം അങ്ങയെ ആരാധിക്കുകയും ചെയ്യട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. കർത്താവേ, ഞാൻ അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്നു, ഞാൻ ഒരിക്കലും ലജ്ജിക്കുകയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഞാൻ അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്നു, ഞാൻ ഒരിക്കലും ലജ്ജിക്കുകയില്ല. മനുഷ്യരുടെ മുൻപിൽ അങ്ങിൽ ആശ്രയിക്കുന്ന ഭക്തർക്കായി അങ്ങ് സൂക്ഷിച്ചിരിക്കുന്ന കൃപ എത്ര വലുതാകുന്നു. മനുഷ്യരുടെ ഉപശാപങ്ങളിൽ നിന്ന് തിരുമുഖത്തിന്റെ മറവിൽ അങ്ങ് അവരെ ഒളിപ്പിക്കുന്നു. കലഹത്തിൽ നിന്ന് അങ്ങയുടെ നിഴലിൽ അങ്ങ് അവരെ മറയ്ക്കുന്നു. സുശക്തമായ പട്ടണത്തിൽ തനിക്കായി പ്രബലരെ തിരഞ്ഞെടുത്ത കർത്താവ് വാഴ്ത്തപ്പെട്ടവനാകട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്നേഹത്തികവിൽ തന്റെ മഹത്വം മർത്യനു കാട്ടിയ നാഥനെ വാഴ്ത്താം.
ദുഷ്ടരിഹത്തിൽ ജീവിക്കുകിലും ദൈവസമക്ഷം മൃതരാണെന്നും. നാഥനെ വാഴ്ത്തിയ നീതി എഴുന്നോർ മൃതരെന്നാലും ജീവിക്കുന്നു. ലോകാന്തം വന്നെത്തിയിടുമ്പോൾ നാഥൻ ദർശന ഭാഗ്യം നൽകും. താതനും അതുപോൽ സുതനും പാവന റുഹായ്ക്കും സ്തുതി എന്നും ആമേൻ. വിശുദ്ധ ലൂക്ക അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. 19-ാം അധ്യായം 41 മുതലുള്ള തിരുവചനങ്ങൾ. ഈശോ അടുത്തു വന്ന് പട്ടണം കണ്ടപ്പോൾ അതിനെക്കുറിച്ച് വിലപിച്ചുകൊണ്ട് പറഞ്ഞു, സമാധാനത്തിന് ആവശ്യമായത് ഈ ദിവസമെങ്കിലും നീ അറിഞ്ഞിരുന്നെങ്കിൽ. എന്നാൽ അവ ഇപ്പോൾ നിന്റെ ദൃഷ്ടിയിൽ നിന്ന് മറയ്ക്കപ്പെട്ടിരിക്കുന്നു. ശത്രുക്കൾ നിനക്ക് ചുറ്റും തടകെട്ടി നിന്നെ വളയുകയും എല്ലാ ഭാഗത്തും നിന്ന് നിന്നെ ഞെരുക്കുകയും ചെയ്യുന്ന ദിവസങ്ങൾ വരും. നിന്നെയും നിന്നിലുള്ള നിന്റെ മക്കളെയും നശിപ്പിക്കുകയും നിന്നിൽ കല്ലിന്മേൽ കല്ല് ശേഷിപ്പിക്കാതിരിക്കുകയും ചെയ്യും. എന്തെന്നാൽ നിന്റെ സന്ദർശനത്തിന്റെ സമയം നീ അറിഞ്ഞില്ല. ഈശോ ദേവാലയത്തിൽ പ്രവേശിച്ച് അവിടെ കച്ചവടം നടത്തിക്കൊണ്ടിരുന്നവരെ പുറത്താക്കാൻ തുടങ്ങി. ഈശോ അവരോട് പറഞ്ഞു, എൻ്റെ ആലയം പ്രാർത്ഥനാലയം ആയിരിക്കും എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. നിങ്ങളോ അത് കൊള്ളക്കാരുടെ ഗുഹയാക്കിയിരിക്കുന്നു. ഈശോ ദിവസവും ദേവാലയത്തിൽ പഠിപ്പിച്ചിരുന്നു. പുരോഹിത പ്രമുഖന്മാരും നിയമജ്ഞരും ജനപ്രമാണികളും അവനെ നശിപ്പിക്കാൻ നോക്കിയിരുന്നു. എന്നാൽ തങ്ങൾ ചെയ്യേണ്ടതെന്തെന്ന് അവർക്ക് കണ്ടെത്താനായില്ല. കാരണം ജനങ്ങളെല്ലാം ഈശോയെ ശ്രവിച്ചുകൊണ്ട് അവനോട് ചേർന്നു നിന്നിരുന്നു. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും ശ്രദ്ധയോടും കൂടെ നിന്ന് കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ എന്ന് അപേക്ഷിക്കാം. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. സർവശക്തനും നിത്യനും ഉന്നതങ്ങളിൽ വസിക്കുന്നവനുമായ അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. തന്നെ സ്നേഹിക്കുന്നവർക്കായി എല്ലാ നന്മകളും വിശ്വസ്തനായ അബ്രാഹാം വഴി വാഗ്ദാനം ചെയ്യുകയും തന്റെ പ്രിയപുത്രനിലൂടെ സ്വയം വെളിപ്പെടുത്തുകയും ചെയ്ത അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. തിന്മയുടെ ഇരുളിൽ കഴിയുന്നവരെല്ലാം സത്യത്തിന്റെ വെളിച്ചത്തിലേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്നവരായ അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ഏക സൃഷ്ടാവും സൃഷ്ടികളുടെ എല്ലാം പരിപാലകനും ഉജ്ജ്വല പ്രകാശത്തിൽ വസിക്കുന്നവനുമായ അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. മിശിഹായുടെ സഭ മുഴുവന്റെ നല്ലവനായ ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് മാലയോ പാപ്പായെ, ഞങ്ങളുടെ സഭയുടെ പിതാവും നല്ലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ മെത്രാപ്പോലീത്തായെ, ഞങ്ങളുടെ അതിരൂപതാധ്യക്ഷനായ മാർ തോമസ് മെത്രാപ്പോലീത്തായെ, ഞങ്ങളുടെ പിതാവും രൂപതാധ്യക്ഷനുമായ മാർ ജോസഫ് മെത്രാനെയും മറ്റെല്ലാ മെത്രാന്മാരെയും ആത്മീയ നന്മകൾ നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. എല്ലാറ്റിനെയും കൃപാപൂർവ്വം ഭരിക്കുന്ന കാരുണ്യവാനായ അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. സ്വർഗത്തെ സ്തുതിക്കപ്പെടുന്നവനും ഭൂമിയിൽ ആരാധിക്കപ്പെടുന്നവനുമായ അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ഞങ്ങളുടെ കർത്താവായ മിശിഹായേ, നിന്റെ രണ്ടാമത്തെ വരവിൽ ഞങ്ങളെ വിജയശ്രീലാളിതരാക്കുകയും നിന്റെ വിലയേറിയ രക്തത്താൽ നീ വീണ്ടെടുത്ത സഭയ്ക്ക് ശാന്തി പ്രദാനം ചെയ്യുകയും ഞങ്ങളുടെ മേൽ കരുണയായിരിക്കുകയും ചെയ്യണമേ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടി. അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. വിചാരത്താലോ വാക്കാലോ പ്രവർത്തിയാലോ ഉപേക്ഷയാലോ ഞങ്ങൾ ചെയ്ത പാപങ്ങളെല്ലാം ഞങ്ങളോട് പൊറുക്കുകയും അങ്ങയുടെ തൃക്കരങ്ങൾ നീട്ടി മക്കളായ ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര